ബാർകോഴ ആരോപണത്തിൽ ബാർ ഉടമകൾ കെട്ടിടത്തിന് വേണ്ടി പിരിച്ചത് 1 ലക്ഷം രൂപ തന്നെയെന്ന് തെളിവുകൾ. 472 പേരിൽ നിന്ന് 4.5 കോടിയോളം രൂപ പിരിച്ചതിൻ്റെ തെളിവുകൾ ബാർ ഉടമകളുടെ വാട്സപ്പ് ഗ്രൂപ്പിലിട്ടു. ഇതിൻ്റെ തെളിവുകൾ 24-ന് ബാർ ഉടമ അനിമോൻ്റെ ശബ്ദരേഖ വിവാദമായതിന് പിന്നാലെ 2.5 ലക്ഷം രൂപ പിരിക്കുന്നത് സംഘടനയ്ക്ക് കെട്ടിടവും സ്ഥലവും വാങ്ങാനെന്നായിരുന്നു അസോസിയേഷൻ്റെ അവകാശവാദം. ഷെഫീദ് റാവുത്തർ ചേരുന്നു ടെലിഫോൺ ലൈനിൽ തിരുവനന്തപുരത്ത് നിന്ന്. ഷെഫീദ്, ഗുഡ് മോർണിംഗ്, പറയൂ. പുതിയ ബാർകോഴ ആരോപണത്തിന് തിരികൊളുത്തിയ അനിമോന്റെ ശബ്ദരേഖയിൽ പറഞ്ഞത് മദ്യനയം അനുകൂലമാക്കാൻ 2.5 ലക്ഷം രൂപ വെച്ച് ബാർ ഉടമകൾ നൽകണം എന്നുള്ളതായിരുന്നു. ഇതിന് പിന്നാലെ ഇക്കാര്യത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തിയ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ അനിമോനോട് അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടില്ല. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഈ തിരുവനന്തപുരത്ത് സംഘടനയ്ക്ക് ഒരു കെട്ടിടവും സ്ഥലവും വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു ആ പണപ്പിരിവിന് നിർദ്ദേശം എന്നുള്ളതായിരുന്നു വാദം. ഇന്നലെ അടക്കം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു. അതായത് അസോസിയേഷന്റെ വാദമടക്കം തള്ളുന്ന തെളിവുകൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. സംഘടനയ്ക്ക് കെട്ടിടവും അതേപോലെ തന്നെ സ്ഥലവും വാങ്ങാൻ ഈ പിരിവിന് ആഹ്വാനം ചെയ്തത് 1 ലക്ഷം രൂപയാണെന്ന ഈ സംഘടനയുടെ തന്നെ പോസ്റ്റർ ഇന്നലെ പുറത്തു വന്നിരിക്കുന്നു. ഇന്ന് വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഇവർ നടത്തിയ പിരിവിന്റെ, അതായത് ബാർ ഉടമകളിൽ നിന്നും സംഘടന പിരിച്ചതിന്റെ വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 472 പേരിൽ നിന്ന് പണം പിരിച്ചു. ആകെ പിരിച്ചത് 4.5 കോടിയോളം രൂപയാണ്. മാർച്ച് 31 വരെയുള്ള പിരിവ് പ്രകാരമാണ് ഇത്രയും തുക ലഭിച്ചത്. അതും ജില്ല തിരിച്ച ബാറുകളുടെ പേരടക്കം രേഖപ്പെടുത്തിയിട്ടാണ് ആ രേഖ ഇത് തന്നെ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുള്ളത്. മാത്രമല്ല, ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വാദം, അനിമോൻ ഈ സംഭവത്തിൽ മലക്കം മറിഞ്ഞിരുന്നു. അതായത് ഈ സമ്മർദ്ദമേറിയതിന് പിന്നാലെ അനിമോൻ ക്രൈംബ്രാഞ്ച് നൽകിയ മൊഴിയിലും അതേപോലെ തന്നെ പിന്നീട് അദ്ദേഹം വാർത്താക്കുറിപ്പിറക്കിയും പറഞ്ഞത് ഈ മദ്യനയം അനുകൂലമാക്കാനായിരുന്നില്ല, കെട്ടിടം വാങ്ങാൻ തന്നെയായിരുന്നു ആ പണപ്പിരിവ് എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് ഈ വിഷയം പ്രതിപക്ഷം ഏറ്റെടുത്തു. അതിൽ നിന്ന് തന്നെ നമുക്ക് ഇപ്പോൾ തെളിവിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഇതിൽ ചില ദുരൂഹതകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഇങ്ങനെ കാര്യങ്ങൾ ഉയരുന്നുണ്ട്. മാത്രമല്ല, ആ ദുരൂഹത സംബന്ധിച്ച രേഖകളാണ്, അല്ലെങ്കിൽ ഈ ബാറുടമകളും അതേപോലെ തന്നെ അവരുടെ സംഘടനകളും അടക്കം അനിമോനും അടക്കം പറയുന്ന കാര്യങ്ങളിലെ ചില വ്യക്തതക്കുറവടക്കം വ്യക്തമാക്കുന്ന രേഖകളാണ് ഇപ്പോൾ 24-ന് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ഷെഫീദ് റാവുത്തർ. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് മഴയുടെ വാർത്തകൾ വരുന്നുണ്ട്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.